നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റൽ മോൾഡ് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. സോ മെറ്റൽ മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഇൻ വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് poured ഓർ ഫോഴ്സ്ഡ് ഇൻ ടു എ മോൾഡ് ക്യാവിറ്റി. ഒരു മോൾഡ് ക്യാവിറ്റിക്കകത്തോട്ട് നമ്മൾ മോൾട്ടൺ മെറ്റലിനെ ഒന്നില്ലെങ്കിൽ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് പോർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യുക, അതായത് ഒരു പ്രഷർ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ കാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെറ്റൽ മോൾഡ് കാസ്റ്റിങ്ങിൽ കാണാറുള്ളത്. ഇറ്റ് റിക്വസ്റ്റ് ലെസ് ഫ്ലോർ സ്പേസ് ആണ് നമുക്ക് ഈ മെറ്റൽ മോൾഡ് കാസ്റ്റിങ്ങിൽ. സോ മെറ്റൽ മോൾഡ് കാസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങും അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള ഷെൽ മോൾഡ് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എല്ലാം ഒരു എക്സ്പെൻഡബിൾ മോൾഡ് കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ മുതലാണ് ഈ ഒരു മെറ്റൽ കാസ്റ്റിങ്ങിൽ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ ഡൈ ഉണ്ടാവും, ആ ഡൈയെ വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ മെറ്റീരിയൽസ് ആയിട്ടുള്ള അലൂമിനിയം, സിങ്ക് അലോയ്സും ബ്രാസും ഒക്കെയാണ് നമ്മൾ ഡൈ കാസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മോൾട്ടൺ മെറ്റലിനെ നമ്മൾ ഒരു ഹൈ പ്രഷറിൽ ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മോൾട്ടൺ മെറ്റലിനെ നമ്മൾ ഹൈ പ്രഷറിലോ അല്ലെങ്കിൽ പോർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനൊരു ഡൈയെ നമ്മളൊരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റം കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കാസ്റ്റിംഗ് നമുക്ക് ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ എന്താണ് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നേരത്തെ നമ്മൾ പറഞ്ഞ ഡിഫറൻസ് അനുസരിച്ചിട്ട്, അതായത് സാൻഡ് മോൾഡ് കാസ്റ്റിംഗ് പോലുള്ള കാസ്റ്റിങ്ങുകൾക്കെല്ലാം എക്സ്പെൻഡബിൾ മോൾഡ് കാസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈ ആണ് നമ്മുടെ നേരത്തെ പാറ്റേണിൻ്റെ മോഡൽ. അപ്പോൾ ആ ഡൈ നമ്മൾ പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് കാസ്റ്റിംഗ് ആയിട്ട്, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് കൂട്ടാൻ പറ്റും. നേരത്തെയൊക്കെ നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാറ്റേൺ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവിടെ അതിന് പകരം ഡൈ ആണ്, ആ ഡൈക്കകത്തുള്ള ഒരു ക്യാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കും. സോ നമുക്ക് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം. സോ ദ മോൾഡ് ഡൈസ്, അതായത് മോൾഡ് അല്ലെങ്കിൽ ഡൈ ആർ മെയ്ഡ് ഇൻ ടു halves hinged together to facilitate quick opening and closing and removal of casting. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ പാറ്റേണിനെ ഒറ്റയായിട്ടാണ് കണ്ടതെങ്കിൽ ഇവിടെ നമ്മുടെ ഡൈ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു മോൾഡ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ആ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനുള്ളിലെ സ്പേസ് വെച്ചിട്ടാണ് ഇവിടെ കാസ്റ്റ് ചെയ്യേണ്ട അതിൻ്റെ തിക്നെസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഈ ഡൈ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൽ രണ്ട് ഹാഫായിട്ടാണ് എന്തിരിക്കുന്നത്, ഈ ഡൈ ഇരിക്കുന്നത്. അതായത് ഇതൊരെണ്ണം ഒരു പോർഷനും ഇതൊരെണ്ണം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് പോർഷനായിട്ടാണ് നമ്മുടെ ഡൈ ഇരിക്കുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മെയ്ഡ് ഇൻ ടു halves hinged together to facilitate quick opening and closing. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ മോൾഡ് ഈസ് അച്ചീവ്ഡ് ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് മോൾഡ് മെറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ തേർഡ് ഫിഗറിൽ കാണാം, അതായത് ഈ ഡൈ രണ്ട് ഹാഫായിട്ടുണ്ടായിരുന്നു. ആ രണ്ട് ഹാഫായിട്ടുള്ള ഡൈയുടെ ഇടയിലുണ്ടാവുന്ന ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മോൾട്ടൺ മെറ്റലിനെ പോർ ചെയ്ത് കൊടുത്തു. സോ അത് ആഫ്റ്റർ നമ്മൾ കൂളിങ്ങിന് ശേഷം എന്ത് സംഭവിക്കും, നമ്മുടെ ഫൈനൽ കാസ്റ്റിങ്ങിന് നമുക്ക് കിട്ടും. സോ അതായത് ഈ ഡൈ അങ്ങനെ തന്നെ നിൽക്കുന്നു, നമുക്ക് കാസ്റ്റിംഗ് എത്ര വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പാൻഡബിൾ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ വൺ half is movable called movable die and other half is stationary called stationary die. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരെണ്ണം ഫിക്സഡ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫിക്സഡ് ആയിട്ട് നിർത്തിയതിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഡൈ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഹാഫ് ഡൈ ആണ്. അതിനെ നമ്മൾ സ്റ്റേഷനറി മോൾഡ് സെക്ഷൻ അല്ലെങ്കിൽ സ്റ്റേഷനറി ഡൈ എന്ന് വിളിക്കും. ആൻഡ് അതർ ഹാഫ് ഈസ് മൂവബിൾ കോൾഡ് മൂവബിൾ ഡൈ. അതായത് ഇതിനെയാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സിസ്റ്റം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ഇതിൻ്റെ ക്ലോസിങ്ങും ഓപ്പണിങ്ങിനും വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് അടുത്ത സെക്ഷൻ ഉള്ളത്. ഇത് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ മൂവബിൾ ഡൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റേഷനറി ഡൈ ആണ് ഈ പോർഷനിൽ കാണുന്നത്, ഈ പോർഷനിൽ കാണുന്നത് അതിൻ്റെ മൂവബിൾ ഡൈ ആണ്. ഇജക്ടർ പിൻസ് ആർ യൂസ്ഡ് ഫോർ ഇജക്റ്റിംഗ് ഔട്ട് ദ കാസ്റ്റിംഗ് ഫ്രം ദി ഡൈ. അതുപോലെ തന്നെ ക്ലാംപ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലാമ്പിംഗ് ദ ടു ഹാഫ് ഓഫ് ദി ഡൈ ടുഗദർ. അപ്പോൾ ഇവിടുത്തെ സെക്ഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ഡൈകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇജക്ടർ പിന്നുകളുണ്ട്. ഇജക്ടർ പിന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട ചേംബറിനകത്തെ, അതായത് ഈ കാസ്റ്റ് ചെയ്യുന്ന പോർഷനകത്തെ കാസ്റ്റ് ചെയ്ത പോർഷനെ നമ്മൾ വെളിയിലെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇജക്ടർ പിന്നുകൾ. അപ്പോൾ ഈ ഇജക്ടർ പിന്നിനെ
ഈ ഇജക്ടർ പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കാസ്റ്റിംഗ് ചെയ്തതിനെ പുറത്തേക്ക് എടുക്കുന്നത് ഈ ഡൈക്കകത്തു നിന്ന്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. കാസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റിനെ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇജക്ടർ പിന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്യാവിറ്റിക്കകത്തോട്ടാണ് എന്ത് മോൾട്ടൻ മെറ്റലിനെ പോർ ചെയ്ത് കൊടുത്തത്. സോ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. 2 ഹാഫായിട്ടുള്ള ഡൈ, അതിൽ ഒരെണ്ണം സ്റ്റേഷനറി ഡൈയും ഒരെണ്ണം മൂവബിൾ ഡൈയുമാണ്. ഇതിൻ്റെ മൂവിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരു ഹൈഡ്രോളിക് സിലിണ്ടറിനെ. അത് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു വാളിലേക്ക്, അതായത് ഇതിലേക്ക് നമ്മളൊരു പാർട്ടിങ് ഏജൻറ്റിനെ, അതായത് നമ്മുടെ മെറ്റീരിയൽ ഇതിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പാർട്ടിങ് ഏജൻറ്റിനെ ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിനെ ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ആ കാസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കോർ, അതായത് എവിടെയെങ്കിലും ഹോളോ ആയിട്ട് വേണമെങ്കിൽ ആ കോർ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മോൾട്ടൻ മെറ്റലിനെ പോർ ചെയ്ത് കൊടുക്കുന്നു. ഫൈനലി സോൾഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡൈയെ അതായത് മൂവബിൾ ഡൈയെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് പുറത്തെടുക്കാം. ഇതാണ് ആ ഫൈനൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങിലൊക്കെ എന്താണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത മോൾഡ് ബ്രേക്ക് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പാൻഡബിൾ മോൾഡ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്, സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങിനെ, ഷെൽ മോൾഡ് കാസ്റ്റിങ്ങിനെയൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിംഗ് ആണ്. ആ ഡൈ അതേപോലെ തന്നെ ഇരിക്കും. നമുക്കിവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂട്ടാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പ്രഷർ ഡൈ കാസ്റ്റിംഗ് ആണ്. ഡൈ കാസ്റ്റിംഗ് എന്ന് ആണ് നമ്മൾ മെയിൻലി ഇതിനെ പറയുന്നത്. പ്രഷർ എന്നുള്ളൊരു വാക്കും കൂടെ അതിനോട് ചേർക്കുന്നത്, നമ്മൾ ആദ്യം മോൾഡ് കാസ്റ്റിങ്ങിൽ പറഞ്ഞപ്പോൾ ഒന്നില്ലെങ്കിൽ പോർ ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രഷറിനെയാണ്. അപ്പോൾ നമ്മൾ ആ മോൾട്ടൻ മെറ്റലിനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് കാസ്റ്റിങ്ങിനകത്ത്, അതായത് ഡൈക്കകത്തോട്ട് എൻ്റർ ചെയ്യിക്കുന്നു. അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. സോ molten metal is forced into mold cavity under pressure. Pressure is obtained by compressed air or hydraulically. ഏത് അറേഞ്ച്മെൻറ്റിലും നമുക്ക് ആ പ്രഷർ അതിലേക്ക് കൊടുപ്പിക്കാം. സോ 2 ടൈപ്പാണ് പ്രഷർ ഡൈ കാസ്റ്റിങ്ങിലുള്ളത്. ഒന്ന് ഹോട്ട് ചേംബർ പ്രോസസ്സ് ഉണ്ട്, കോൾഡ് ചേംബർ പ്രോസസ്സ് ഉണ്ട്. ഈ ഡൈ കാസ്റ്റിങ്ങിലും 2 കാര്യങ്ങളെ മറക്കണ്ട, ഇജക്ടർ പിന്നും ഉണ്ടാവും, ക്ലാമ്പും ഉണ്ടാവും. സോ ഇജക്ടർ പിൻ ആർ യൂസ്ഡ് ഫോർ ഇജക്റ്റിംഗ് out the casting from the die and the clamps are used for clamping the 2 halves of the die together. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സോ ഹോട്ട് ചേംബറിലേക്ക് വരാം. അപ്പം നമ്മൾ ഡൈ കാസ്റ്റിങ്ങിലെ, അതായത് പ്രഷർ ഡൈ കാസ്റ്റിങ്ങിലെ ഹോട്ട് ചേംബർ ഡൈ കാസ്റ്റിംഗ്. സോ പ്ലങ്ങർ ഈസ് ആക്ടിവേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ ഓർ ബൈ ഹൈഡ്രോളിക് പ്രഷർ. പ്ലങ്ങർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചേംബർ കാണാം. ഈ ചേംബർ ബ്രിക്ക് കാണാം. ആ ബ്രിക്കൊക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ലിക്വിഡ് ഇതെന്ന് പറയുന്നത് മോൾട്ടൻ മെറ്റലാണ്. ആ മോൾട്ടൻ മെറ്റലാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു പോർട്ട് സംവിധാനം കൊടുത്തിട്ടുണ്ട്, അതായത് ഇൻടേക്ക് പോർട്ട് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇനി ഇതൊരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യണം. ഈ 2 വാളുകൾ നമ്മളൊരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യുക. അതിനകത്തുള്ളതാണ് ഈ പ്ലങ്ങർ എന്ന് പറയുന്നത്. സോ ഈ പ്ലങ്ങറിനുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലങ്ങർ റോഡുണ്ട്. ആ റോഡിൻ്റെ ഈ മൂവ്മെൻറ്റിന്, ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു അറേഞ്ച്മെൻറ്റ് പറഞ്ഞത്. പ്ലങ്ങർ ഈസ് ആക്ടിവേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ ഓർ ബൈ ഹൈഡ്രോളിക് പ്രഷർ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലങ്ങറിനെ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത് കണ്ടാൽ മനസ്സിലായി കാണും. അതായത് ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിക്കകത്ത് മോൾട്ടൻ മെറ്റൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് പ്ലങ്ങറിൻ്റെ മൂവ്മെൻറ്റിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും, നമ്മുടെ ഈ കാസ്റ്റിങ്ങിനകത്തോട്ട് എൻ്റർ ആവും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇൻടേക്ക് പോർട്ട് അലൗസ് ദി മോൾട്ടൻ മെറ്റൽ ടു എൻ്റർ ദി സിലിണ്ടർ. അതെ, ഈ കാണുന്ന ഇൻടേക്ക് പോർട്ട് വഴിയാണ് ആര് എൻ്റർ ആവുന്നത്, മോൾട്ടൻ മെറ്റൽ ഈ ചേംബറിനകത്തോട്ട്, അതായത് ഈ സിലിണ്ടറിനകത്തോട്ട് എൻ്റർ ആവുന്നത്. ഇതാണ് ഫുൾ ചേംബർ എന്ന് പറയുന്നത്. സോ പ്ലങ്ങർ അപ്വേർഡ് മോഷനിൽ പോകുന്ന സമയത്ത് ഈ ഇൻടേക്ക് പോർട്ട് ഓപ്പൺ ആവുകയും അതേപോലെ തന്നെ ഇൻടേക്ക് പോർട്ടിലൂടെ ആര് എൻ്റർ ആവും, മോൾട്ടൻ മെറ്റൽ ഇതിനകത്തോട്ട് എൻ്റർ ആവും. സോ പ്ലങ്ങർ മൂവ്സ് ഡൗൺവേർഡ്, ക്ലോസസ് ദ ഇൻടേക്ക് പോർട്ട് ആൻഡ് അപ്ലൈസ് പ്രഷർ ഓൺ ദി മോൾട്ടൻ മെറ്റൽ. അതായത് പ്ലങ്ങർ തിരിച്ച് ഡൗൺവേർഡിലേക്ക് വരുമ്പോൾ എന്താവും, ഇൻടേക്ക് പോർട്ട് ക്ലോസ് ആവുകയും സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന മോൾട്ടൻ മെറ്റലിനെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുകയും അത് ഈ ഒരു പാസേജ് വഴി നമ്മുടെ ഡൈക്കകത്തോട്ട് എൻ്റർ ആവുകയും ചെയ്തു. അപ്പോൾ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൽ നമ്മൾ പോർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പകരം ഈ ഡൈക്കകത്തോട്ട്, അതിനകത്തെ ക്യാവിറ്റിക്കകത്തോട്ട് നമ്മൾ ചെയ്യുന്നത് പ്രഷറൈസ് ചെയ്ത് കയറ്റുവാണ്. സോ ഈ കാണുന്ന പാസേജിനെ നമ്മൾ വിളിക്കുന്നത് ഗൂസ്നെക്ക് പാസേജ് എന്നാണ്. അപ്പോൾ ഈ ഗൂസ്നെക്ക് പാസേജ് വഴി നമ്മുടെ മോൾട്ടൻ മെറ്റൽ എന്ത് ചെയ്യുന്നു, ഡൈക്കകത്തോട്ട് എൻ്റർ ആവുന്നു. അപ്പോൾ പ്ലങ്ങറിനെ അതായത് ഡൗൺവേർഡും അപ്വേർഡും മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം വഴി ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. ഈ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നടക്കുന്നത്. അത് അനുസരിച്ചിട്ടാണ് മോൾട്ടൻ മെറ്റൽ ഇതിനകത്തോട്ട് എൻ്റർ ആവുന്നത്. So molten metal is forced into the die cavity. After solidification, plunger moves upward, uncovers the intake port and hot molten metal enters the cylinder. വീണ്ടും ആ പ്രൊസീജിയർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അതായത് ഇതൊരു സൈക്കിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലങ്ങർ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ മോൾട്ടൺ മെറ്റൽ ഇതിലോട്ട് എൻ്റർ ആവും. ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ അത് പ്രഷറൈസ് ഇതിനകത്തോട്ട് കയറും. ആ ഒരു സർട്ടൻ ടൈമിൽ ഇതിനകത്ത് ഒരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, വാട്ടർ കൂളിംഗ് സിസ്റ്റം. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഇതിനെ സോൾഡിഫൈ ചെയ്ത് ആ കാസ്റ്റിംഗ് നമ്മൾ പുറത്തെടുക്കുന്നു. സോ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് ഈ ചേമ്പർ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത് ഒരു മോൾട്ടൺ സ്റ്റേജിലായിട്ട് തന്നെ ഇതിനകത്ത് കിടക്കും. ഇതിനകത്തുനിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാസ്റ്റിംഗ് ഡൈക്കകത്തോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗുമാണ്. സോ നമുക്ക് ഇവിടെയും ആ ഇജക്ടർ പിന്നിനെ കാണാം. ഇജക്ടർ പിന്ന് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് കാസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റിനെ, അതായത് ഈ കാണുന്ന ക്യാവിറ്റിക്കകത്തോട്ട് ഈ മോൾട്ടൺ മെറ്റൽ എൻ്റർ ആയി കഴിഞ്ഞ് കാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇജക്ടർ പിന്നുകൾ. ഇതാണ് രണ്ട് ഹാഫായിട്ടുള്ള ഡൈ. അതുപോലെ ഇതാണ് ആ ഗൂസ് നെക്ക് എന്ന് പറയുന്നത്. അതുവഴിയാണ് നമ്മുടെ മോൾട്ടൺ മെറ്റൽ എൻ്റർ ആവുന്നത്. ഇതാണ് നമ്മുടെ ഹോട്ട് ചേമ്പർ. ഈ പ്ലങ്ങർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തോട്ട് നമ്മൾ പ്രഷറൈസ് ചെയ്ത് മോൾട്ടൺ മെറ്റലിനെ എൻ്റർ ആക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ്. ഇനി ഇതേപോലെ തന്നെ കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗ് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമുക്കിപ്പോൾ കാണാം. മെറ്റൽ ഈസ് മെൽറ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് ട്രാൻസ്ഫർഡ് ടു ദി സിലിണ്ടർ യൂസിങ് എ ഹാൻഡ് ലാഡിംഗ്. അതായത് മെറ്റലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് മോൾട്ടൺ സ്റ്റേജിലാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ ആ സിസ്റ്റത്തിനകത്തല്ലാതെ പുറത്തു നിന്നും ആ സിലിണ്ടറിനകത്തോട്ട് കൊടുക്കുന്നു. സോ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കാണുന്ന ഒരു സെക്ഷൻ, നേരത്തെ നമ്മൾ കണ്ട ആ സിലിണ്ടർ, അവിടെയും ഇതേപോലെ ഒരു പ്ലങ്ങർ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേമ്പറിനകത്തുനിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുമായിരുന്നു, ഈ സിലിണ്ടറിനകത്തോട്ട് എൻ്റർ ആവുമായിരുന്നു. പകരം ഇവിടെ ഒരു ലാഡിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മോൾട്ടൺ മെറ്റലിനെ ഈ സിലിണ്ടറിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ പ്ലങ്ങർ മൂവ്മെൻറ്റ്, അതാണ് ഈ റാം കൊടുത്തിരിക്കുന്നത്, ഈ പ്ലങ്ങർ മൂവ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഈ മോൾട്ടൺ മെറ്റൽ കംപ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് എന്ത് ചെയ്യും, ഈ ഡൈ കാവിറ്റിക്കകത്തോട്ട് കയറും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആ ചേമ്പറിനകത്ത് തന്നെ മോൾട്ടൺ മെറ്റൽ ഉണ്ടായിരുന്നു. അതിന് കയറാനായിട്ട് ഒരു ഇൻടേക്ക് പോർട്ട് ഉണ്ടായിരുന്നു. ആ ഇൻടേക്ക് പോർട്ട് വഴി അത് എൻ്റർ ചെയ്തത്. ഇവിടെ മോൾട്ടൺ മെറ്റലിനെ എന്താണ് കാണിക്കുന്നതേ ഇല്ല, അങ്ങനെ ഒരു ചേമ്പർ അവിടെ ഇല്ല. പകരം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ബൈ ഹാൻഡായിട്ട് കൊണ്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുവാണ്. അതിനുശേഷം നേരത്തെ കണ്ട അതേ പ്രോസസ്സിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ കാസ്റ്റിംഗ് നടക്കുന്നു. ബാക്കി കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ഇജക്ടർ പിൻസ് ഉണ്ട്, ക്ലാമ്പ് ഉണ്ട്, രണ്ട് ഹാഫായിട്ടാണ് ഡൈ ഇവിടെ ഉണ്ടാകുന്നത്. So molten metal is forced into the die cavity by applying pressure on the plunger. ഈ പ്ലങ്ങറിൻ്റെ പ്രഷർ മൂലം എന്ത് ചെയ്യുന്നു, നമ്മുടെ മോൾട്ടൺ മെറ്റൽ ഇതിനകത്തോട്ട് എൻ്റർ ആവുന്നു. ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ ഡൈ ഈസ് ഓപ്പൺ ആൻഡ് ദ കാസ്റ്റിംഗ് ഈസ് ഇജക്റ്റഡ്. സോ ആ പ്രൊസീജിയർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവിടെ ചേമ്പർ ഉണ്ടായിരുന്നു. ചേമ്പറിനകത്തുനിന്ന് ഡയറക്റ്റ് ഒരു ഗൂസ് നെക്ക് പാസേജ് വഴിയാണ് എന്ത് ചെയ്തത്, കാസ്റ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ അതിന് പകരം നമ്മൾ ബൈ ഹാൻഡായിട്ടാണ് ഇതിനെ കൊടുക്കുന്നത്. ഇതാണ് ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിങ്ങും അതുപോലെ തന്നെ കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിങ്ങും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. സോ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ പാർട്സ്, വാക്യൂം ക്ലീനർ ബോഡി, ഫാൻ കേസ്, സ്റ്റോർ പാർട്സ് ഒക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ പാർട്സ് നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ പമ്പ്, കാർബറേറ്ററിൻ്റെ ബോഡി, ഹോൺ, വൈപ്പർ, ക്രാങ്ക് കേസ് ഒക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. കമ്പണൻസ് ഫോർ ടെലിഫോൺസ്, ടെലിവിഷൻ സെറ്റ്സ്, സ്പീക്കർ, മൈക്രോഫോൺ, റെക്കോർഡ് പ്ലേസ് ആൻഡ് സോൺ. ടോയ്സ് ലൈക്ക് എ പിസ്റ്റൽ, ഇലക്ട്രിക് ട്രെയിൻസ്, മോഡൽ എയർക്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്, ഡൈ കാസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ പെർമനൻറ്റ് മോൾഡ് കാസ്റ്റിങ്ങിൻ്റെയും ഉൾപ്പെടെ. സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി ആക്യുറേറ്റ് കാസ്റ്റിംഗ് വിത്ത് ദ ഡയമെൻഷണൽ ടോളറൻസ് റേഞ്ച്, അതായത് 0.03 to 0.25 mm വരെയുള്ള ടോളറൻസിൽ നമുക്ക് വെരി ആക്യുറേറ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഇവിടെ ലഭിക്കുന്നത്. വെരി ഗുഡ് സർഫസ് ഫിനിഷ് ആണ്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ ഹൈ ആണ്, അതായത് ഏകദേശം 700 കാസ്റ്റിംഗ് പെർ അവറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ കാസ്റ്റിംഗ് വിത്ത് വെരി തിക്നെസ്, വേരിയിങ് തിക്നെസ് വാൾ ക്യാൻ ബി മെയ്ഡ്, അതായത് നമുക്ക് തിക്നെസ് എത്ര വേണമെങ്കിലും മാറ്റിയുള്ള കാസ്റ്റിംഗ് നമുക്ക് ചെയ്യാം, യാതൊരു പ്രോബ്ലം അതിനൊന്നും ഉണ്ടാവുന്നില്ല. നോ പോസിബിലിറ്റി ഓഫ് സാൻഡ് ഇൻക്ലൂഷൻസ്, ഡിഫക്ട്സുകളായിട്ടുള്ള സാൻഡ് ഇൻക്ലൂഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. So cored holes down to 0.75 mm diameter at accurate location are possible. 0.75 mm diameter വരെയുള്ള ഹോളുകൾ നമുക്ക് കോർ ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. കറക്റ്റ് ലൊക്കേഷനും കിട്ടും, ആക്യുറേറ്റ് റിസൾട്ടും ആയിരിക്കും. അതായത് 0.75 mm ഡയമീറ്റർ വരെയുള്ള ഹോളുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. കാസ്റ്റിംഗ് ഡിഫക്ട്സ് ആർ ലെസ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് യൂസ്ഡ് ഫോർ ലോങ് ടൈം. ഡൈ ഹാസ് ലോങ് ലൈഫ് ആണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 75,000 കാസ്റ്റിംഗ് വരെ നമുക്ക് ലൈഫ് പീരീഡിൽ, അതായത് ആ ഡൈയുടെ ഒരു ലൈഫിൽ മാക്സിമം 75,000 വരെ നമുക്ക് നിർമ്മിക്കാം. പ്രോസസ് ഡിപ്പെൻഡ് ഓൺ ദി മെറ്റൽ ടു ബി കാസ്റ്റ്.
മെറ്റലിൻ്റെ ഡിപ്പെൻഡ്, അതായത് ഏത് പ്രോസസ്സാണോ അതനുസരിച്ചിട്ടാണ് കാസ്റ്റിംഗ് നോക്കുന്നത്. സ്പയർ റണ്ണേഴ്സ് ആൻഡ് ഗേറ്റ്സ് ക്യാൻ ബി റിമെൽറ്റഡ്, ഹെൻസ് സ്ക്രാപ്പ് ലോസ് ഇസ് ലെസ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. ഓൺലി സ്മോൾ പാർട്സ് ക്യാൻ ബി മെയ്ഡ്, ഓൺലി നോൺ ഫെറസ് മെറ്റൽ ക്യാൻ ബി കാസ്റ്റ്, എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഹൈ ആണ്, ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ ഓൺലി.